ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ചരി കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ വിഭവമാണ് കേട്ടോ. ഇത് നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ഐറ്റം കൂടെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ കഴിക്കാനോ ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി 4 മണിക്കൂർ നേരം കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി ഊറ്റിയെടുക്കാം. രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി തന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. ഊറ്റിയെടുത്ത അരി മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കോഴിമുട്ടയും 1/2 കപ്പ് ചോറും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു പലഹാരം നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വലിയൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തതാണ് കേട്ടോ. അത് കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2-3 തണ്ട് കറിവേപ്പില അരിഞ്ഞതും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും, ഞാനിവിടെ 1 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത്. ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത്രയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയോ വേറെ വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ മാവ് ഒന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. 1/4 കപ്പ് വെള്ളം എടുത്തത് മുഴുവനായിട്ട് ചേർത്തിട്ടില്ല. ഒരു 2.5 ടേബിൾ സ്പൂണോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. നമുക്കിങ്ങനെ എണ്ണയിലേക്ക് കോരി ഒഴിക്കാൻ പറ്റണം, ആ ഒരു പരുവത്തിൽ കേട്ടോ. ഇനി മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഇപ്പം തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ വെച്ച് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് റൈസ് പാൻ ഓയിലാണ്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം അതെടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇതുപോലൊരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുട്ടയപ്പമൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ. അടിഭാഗം ഒന്ന് റെഡിയായിട്ട് വരുന്ന സമയത്ത് മുകളിലേക്ക് ഇതുപോലെ എണ്ണ ആക്കി കൊടുക്കണം. ആദ്യം തന്നെ മുകളിലേക്ക് എണ്ണയാക്കി കൊടുത്താൽ ഇതാകെ പരന്നു പോകും കേട്ടോ. അപ്പം ഇങ്ങനെ ചെറുതായിട്ട് കുക്കായിട്ട് വരുന്ന സമയത്ത് മുകളിലേക്ക് ഇങ്ങനെ എണ്ണയാക്കി കൊടുത്തിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ടും നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, രാവിലെ നമുക്കിങ്ങനെ ഓയിലി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ കണ്ണൂർ ഭാഗത്തൊക്കെ ഇതുപോലെയുള്ള മുട്ടയപ്പം മുട്ടസുർക്കൊക്കെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ മലപ്പുറത്താണ് അധികം നമ്മൾ ഈ എണ്ണ പലഹാരങ്ങളൊന്നും രാവിലെ ഉണ്ടാക്കാത്തത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാമെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, നമ്മുടെ ഈ ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ തേനീച്ചക്കൂട് പോലെ നല്ല പോലെ ആരൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്